ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കണത് എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയാണ് കേട്ടോ. അത് എനിക്ക് ഇന്ന് യാത്ര ചെയ്തപ്പോഴും എൻ്റെ സെയിം ഫീൽഡിലൂടെ പോയ ഒരാളെ ഞാൻ ഇന്ന് കണ്ടു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാർ ദൂരെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവർക്ക് കൂടി വേണ്ടിയുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് മൈക്കില്ല, ഞാൻ മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഒത്തിരി ലാഗടിപ്പിക്കാത്ത കാര്യം പറയാം കേട്ടോ. അപ്പം ഞാനൊരു ചേർത്തലിലുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് എറണാകുളം പോകുന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും എറണാകുളം പോകുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ KSRTC ബസ് ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും KSRTC ബസ്സാണ് ചൂസ് ചെയ്തത്. ഫാസ്റ്റിലാണ് ഞാൻ കയറിയത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർത്തല സ്റ്റാൻഡിൽ നിന്നാണ് പോയത്. അപ്പം നമ്മളൊരു ഫാസ്റ്റ് ബസ് നോക്കിയാണ് നിന്നത് കേട്ടോ. കാരണം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ബസ് വരാൻ വേണ്ടി. കാരണം നമുക്ക് ഫാസ്റ്റിന് പോയാൽ വേഗം എത്താം എന്ന് കരുതിയാണ് നമ്മൾ ഫാസ്റ്റ് ചൂസ് ചെയ്യണത്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഫാസ്റ്റ് ചൂസ് ചെയ്യണത് അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ട്രെയിനിനെ പറ്റി നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാസ്റ്റിന് പോയി വരാം എന്ന് കരുതി ഫാസ്റ്റിനാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ ചേർത്തല ചെന്നപ്പോഴേക്കും എടപ്പള്ളി ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വയറ്റിൽ ഇറങ്ങിയിട്ട് നമുക്ക് മനോരമ ജംഗ്ഷനിലേക്ക് പോവാന്ന് കരുതി വയറ്റിൽ ഇറങ്ങാലോ എന്ന് കരുതി ആ ബസ്സിനാട്ടോ കയറിയത്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് വേറൊരു ബസ് പോയിട്ടുണ്ടായിരുന്നു. ആ ബസ്സിന് അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായില്ല. ആ ബസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വേഗം ചെന്നത്. പക്ഷെ ആ സമയത്ത് ആ ബസ് അത് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ഒരു 2-3 ബസ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ബസ് വന്നത്. ആ സമയത്താണ് നമ്മൾ അവിടെ ചെന്നത്. അപ്പൊ നമ്മൾ തിരക്കാണെങ്കിലും ആ ബസ്സിലേക്ക് കയറി. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, കുറെ ഒന്നും തിരക്കുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ആ എടപ്പള്ളി ബസ്സിലേക്ക് കയറി കേട്ടോ. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ നിന്ന സൈഡില് ഒരു ചേച്ചി 2 കുട്ടികൾ ആയിട്ടായിരുന്നത് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് നമുക്കറിയാലോ, ഇപ്പൊ ബ്രിഡ്ജിന്റെ പണി നടക്കുന്നതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ബ്ലോക്ക് ആയിരിക്കാം. മിക്ക സ്ഥലങ്ങളിലും ബ്ലോക്കാണ്. പിന്നെ നമ്മൾ എറണാകുളം ഓൾറെഡി ബ്ലോക്ക് ആണ്, അല്ലെങ്കിലും ബ്ലോക്ക് ഉണ്ട്. കാരണം ഒത്തിരി വണ്ടികളും അതുപോലെ തന്നെ കുറെ സിഗ്നലും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതലും ബ്ലോക്കുള്ള സ്ഥലമാണ്. ആലപ്പുഴ വെച്ച് അപേക്ഷിച്ചാൽ എറണാകുളത്താണ് കൂടുതൽ തിരക്കുകളും ബ്ലോക്കും ഒക്കെ ഉള്ളത്. പിന്നെ ഇത് അതുകൊണ്ട് മാത്രമല്ല, ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് കൂടി തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഒരു തുറവൂരൊക്കെ എത്തിയ സമയത്ത്, ആ സമയം കഴിഞ്ഞ് തൊട്ടാണ് നമുക്ക് ആ ബ്രിഡ്ജിന്റെ പണി കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം അവിടം തൊട്ടേ പതുക്കെയാണ് നമ്മളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മളൊരു അരൂരൊക്കെ എത്തിയ സമയത്ത് നമ്മൾ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയണത്. നമ്മൾക്കറിയാം ഫാസ്റ്റ് കയറണ കൂടുതൽ ആൾക്കാരും ലോങ് പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം അവര് ഫാസ്റ്റ് ചൂസ് ചെയ്യണത് ഒന്നെങ്കിൽ ലോങ് പോകാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ വയറ്റിലെടുക്കുന്നതിന് മുമ്പ് ഇറങ്ങുന്ന ആൾക്കാരായിരിക്കാം. അതിന്റെ ഇടയ്ക്കൊന്നും ആരും അധികം ഇറങ്ങത്തില്ല ഫാസ്റ്റ് നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലേസ് പോകാനുള്ളതും അടുത്തെത്താറാകുമ്പോൾ പോകാനുള്ള കുറച്ച് സ്റ്റോപ്പുകളിൽ ഇറങ്ങാനുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ സൂപ്പർ ഫാസ്റ്റിൽ കയറുക. അപ്പൊ നമ്മള് കുറെ ഈ വണ്ടി ഭയങ്കര എന്നുവെച്ചാൽ KSRTC KSRTC ബസ്സുകാരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം ഈ ഇത്രയും വണ്ടികളുടെ ഇടയിൽ കൂടി അത്രയും വലിയൊരു വണ്ടി, ആ ഒരു വണ്ടി പോകണമെങ്കിൽ അത്യാവശ്യം സ്ഥലം വേണം, നമുക്കറിയാം. അത് അവർ എത്ര ക്ഷമയോടെയാണ്, നമുക്ക് തന്നെ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന കൂടി കൊണ്ടായിരിക്കാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പൊ അവരത് അവരെ ഒന്നും പറയണ്ട കേട്ടോ. നമ്മളെല്ലാ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെയും നമ്മള് തൊഴണം സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ അവരും കുറെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലണം എന്നുള്ളത് നമുക്ക് ഒരു ഇൻസിഡന്റ് നടക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണത്. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ വണ്ടി ഭയങ്കര സ്ലോവിലിയാ പോകുന്നത്. കാരണം സ്റ്റോപ്പൊക്കെ എത്താൻ തന്നെ കുറേ സമയം എടുത്താണ് നമ്മൾ പോണത്. അതെനിക്ക് തോന്നുന്നു കുണ്ടന്നൂർ വരെ നമ്മൾ ഈ സെയിം രീതി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന ചേച്ചിയുടെ കൂട്ടത്തിൽ ഒരു ബേബി ഉണ്ടായിരുന്നു. ആ കുട്ടി എനിക്ക് തോന്നുന്നു വൊമിറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പൊ ആ കുട്ടി കവറൊക്കെ ഇട്ട് ഇരിക്കുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈ വോമിറ്റിങ്ങിന്റെ ഈ ചുരുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ ഫ്രണ്ടില് ആ ഒരു ഫാമിലി ആയിട്ടായിരുന്നു വെച്ചത് കേട്ടോ. പക്ഷെ എനിക്ക് നടന്നൊരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയണത് കേട്ടോ. എനിക്ക് കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിടി കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാല് വേദന എടുക്കാൻ തുടങ്ങി.
സത്യം പറഞ്ഞാൽ ഈ തലക്ക് ഭയങ്കര ചുറ്റല് പോലെ തോന്നി. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്നല്ല, കാരണം ഓൾറെഡി ആ ബസ്സിന് അത്യാവശ്യം ആളുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ആള് വന്ന അനുസരിച്ച് നീങ്ങി നീങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവളോടും എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ സമയത്താണ് സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും വേറൊരു ചേച്ചി ഇറങ്ങിയ സമയത്ത് ഞാൻ തിരിഞ്ഞ്, നമുക്ക് ആ ചേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ, ചേച്ചി ഒന്ന് എണീക്കാമോ, എനിക്കൊന്ന് ഇരിക്കാമോ. ആ കുട്ടിയും വോമിറ്റിംഗ് ടെൻഡൻസി. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുള്ളത്. കാരണം അവർക്ക് കോള് വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഏത് സ്ഥലമാണെന്ന് അറിയില്ല, വയറ്റിലൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അവർ ലോങ് വരുന്ന. പിന്നെ അതുപോലെ അവരുടെ സിറ്റുവേഷനും അതല്ല. അപ്പൊ നമുക്ക് അവരോടൊന്നും എണീക്കാൻ പറയാൻ പറ്റില്ല. എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞ ആ ഒരു നിമിഷം എന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ മുഖം മൊത്തം വിയർത്തു. ഞാൻ ഭയങ്കര ഡെസ്പായി. എനിക്ക് എന്താ പറയാ, കരച്ചിൽ വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചി ഉറങ്ങാണ്, പാട്ട് എന്തോ കേട്ടോണ്ടിരിക്കുകയാണ്, ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുക. ആ ചേച്ചി മേ ബി ലോങ് പോവാൻ വേണ്ടി ഇരിക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞില്ലേ, നമ്മള് എന്ത് പറയും എന്നറിയില്ല. ചില ആൾക്കാർ ഒരുപക്ഷെ നമ്മളൊന്ന് എണീക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എണീക്കാനുള്ളൊരു മനസ്സുള്ള ആൾക്കാരായിരിക്കത്തില്ല. നമുക്ക് എല്ലാവരും ഒരു മൈൻഡുള്ള ആൾക്കാരായിരിക്കത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരു മെയിൻ റീസൺ അതാണ്. രണ്ടും കൽപ്പിച്ച് എൻ്റെ ഫ്രണ്ടിലുള്ള ചേച്ചിയോട് പറഞ്ഞ, ചേച്ചി ഒന്ന് എണീക്കാമോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്ക് അത് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ഇത് കാണുന്നില്ല. കാരണം അവള് തിരിഞ്ഞു നിൽക്കുവാണ്. എന്താ സംഭവിച്ചെന്ന് ഇവൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആളുകൾ കയറുന്ന അനുസരിച്ച് ഒന്നും പറയണ്ട. പക്ഷെ ആദ്യം ആ ചേച്ചിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ചേച്ചി ആദ്യം മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ ചേച്ചി എനിക്ക് സത്യമായിട്ടും തല കറങ്ങിയിട്ടാണ്, ഞാൻ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്തോ ആ ചേച്ചിയുടെ മനസ്സലിഞ്ഞിട്ടാവാം ആ ചേച്ചി. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരിക്കലും ആ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോങ് പോകാൻ വേണ്ടി നമ്മളെ പോലെ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരോട് ഒരിക്കലും എണീക്കാമോ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവരെ എയിം ചെയ്ത് അവരെ ഒരു കുറ്റക്കാരാക്കി പറയുന്നതല്ല. എങ്കിലും ആ ചേച്ചി എനിക്ക് എണീറ്റ് തന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒരു 5 മിനിറ്റോളം ഞാൻ അവിടെ ആ സീറ്റിൽ ഇരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ചെയ്യാനാണ്. എനിക്ക് ഇതുവരെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതുവരെ എനിക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള എനിക്ക് അറിയാൻ പാടില്ല, എനിക്കത് പറയാൻ അറിയില്ല. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം നമുക്ക് തല ഇറങ്ങുന്ന പോലെ വാങ്ങാം. എന്റെ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ലോങ് പാസഞ്ചറിൽ കയറുമ്പോൾ, ലോങ് ആയിട്ടുള്ള ബസ്സിൽ കയറുമ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ ആള് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നറിയാം. അപ്പൊ എനിക്ക് ശരിക്കും തല കറങ്ങി. ഞാൻ അവിടെ ഇരുന്നു. ആ ചേച്ചി എനിക്ക് എണീറ്റ് വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നിട്ട് മാറിയിട്ടില്ല. പക്ഷെ എനിക്കിത് എണീറ്റ് കൊടുക്കണം. കാരണം ആ ചേച്ചി എന്നോട് 10 മിനിറ്റ് പറഞ്ഞിട്ടാണ് ചേച്ചി എണീറ്റ് വന്നത്. അപ്പൊ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാൾ കൂടുതൽ എനിക്കറിയില്ല. അതുപോലെ ഞാനത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒന്ന് 10 മിനിറ്റ് അല്ലേ, ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ എണീക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാച്ച് നോക്കിയപ്പോൾ എനിക്ക് വാച്ച് നോക്കാൻ മേല സത്യം പറഞ്ഞ. പക്ഷെ എങ്കിലും നമ്മൾ ആ പറഞ്ഞത്, ഇപ്പൊ അവരോട് പറഞ്ഞില്ലേ 10 മിനിറ്റ് കഴിഞ്ഞ് മാറാന്ന്, എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ എണീറ്റിട്ട് നമ്മൾ ചേച്ചി ഇരുന്നു. 10 മിനിറ്റ് ആയി. അപ്പൊ ആ ചേച്ചിക്ക് എന്തോ മനസ്സലിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. കുട്ടി ഇരുന്നോ, സാരമില്ല, ഞാൻ വയറ്റിലെ ഹബ്ബിൽ ഇറങ്ങാൻ വേണ്ടി, ഞാനും വയറ്റിലെ ഹബ്ബിൽ ഇറങ്ങാനാണ്. എങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞു സുഖം ഇല്ലല്ലോ അവിടെ ഇരുന്നോ എന്ന് കരുതി. അങ്ങനെ പറഞ്ഞു, സുഖം ഇല്ലല്ലോ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അന്നാലാണ് എൻ്റെ ഫ്രണ്ട് ഇത് അറിയുന്നത്. അപ്പൊ ഫ്രണ്ട് ചോദിച്ചു എന്താണ്, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, നമുക്ക് ഇറങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വല്ലതും വേണോ എന്നൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൂരെ പാസഞ്ചറിന് പോകുന്ന ആൾക്കാർ, ദൂരെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. നമ്മളെ ഫാസ്റ്റിംഗ് കാരണം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല, പിന്നെ ഒരിക്കലും കാണാനും പോകുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എണീറ്റ് കൊടുക്കണം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം എണീറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കേട്ടോ.
നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എണീറ്റ് കൊടുക്കണം. കാരണം നമ്മൾ എത്ര ദൂരെ പോവാണെന്നുണ്ടെങ്കിലും അവരുടെ ഹെൽത്ത് വളരെ മോശമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ ഒരു ദയ നമ്മൾ എല്ലാ മനുഷ്യരോടും കാണിക്കണം. ഇപ്പം എനിക്ക് നടന്നുകൊണ്ടല്ല, എനിക്കിപ്പോൾ നടന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽ അറിയാം. വേറൊരാൾക്ക് ഞാൻ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ എണീറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ഞാൻ എണീറ്റ് കൊടുക്കാറുണ്ട്. അത് ഞാൻ ലോങ് പോവുകയാണെങ്കിൽ കൂടി ഞാൻ എണീറ്റ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരാളെ എണീറ്റ് തന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് എനിക്ക് എണീറ്റ് തരേണ്ട ഒരു ആവശ്യകതയില്ല. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് അവരെ പരിചയമില്ല. അവരും നമ്മളെ പോലെ തന്നെ ബസ് ഫെയർ കൊടുത്ത് സീറ്റ് പിടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരോട് നമുക്ക് എണീക്കാൻ ഒരിക്കലും, ഇപ്പം ആ ചേച്ചി എന്നോട് എണീക്കാൻ പറ്റും, എനിക്ക് എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമായി പോയേനെ. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് തലയോ അങ്ങനെ വല്ലതും ചുറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ആരെ നോക്കണ്ട, താഴേക്ക് ഇരുന്ന് കളയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സിറ്റുവേഷനിൽ എനിക്കൊന്ന് ഇരുന്നാൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊക്കെ വന്നിട്ട് മേലെ. കാരണം എനിക്ക് അത്രയ്ക്ക് സിറ്റുവേഷനാണ് ഞാൻ അന്ന് നേരിടുന്നത്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ആൾക്കാർ അതേ സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ അപ്പം തന്നെ ഇരിക്കണമെന്ന് കരുതിയ സമയത്താണ് ആ ചേച്ചി എന്നോട് എണീറ്റ് വന്നതുകൊണ്ട് ഞാനത് രക്ഷപ്പെട്ടു. അപ്പം എനിക്ക് ആ നടന്ന ഇൻസിഡൻറ്റ് ഞാൻ നേരിൽ കണ്ടു. കാരണം ഇന്ന് ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിനാണ് പോയത് കേട്ടോ. പ്രൈവറ്റ് ബസ്സിന് നമ്മൾ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ബസ്സിലേക്കാണ് നമ്മൾ പോയത്. വേറൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് കയറിയ സമയത്ത് എൻ്റെ ഫ്രണ്ടിലല്ല, നമ്മളുടെ കണ്ടക്ടറൊക്കെ നിൽക്കണ സൈഡിലായിട്ട്, മീൻസ് അവരെപ്പോഴും ബാക്കിലായിരിക്കുമല്ലോ കണ്ടക്ടർമാരിരിക്കുക. അപ്പം ആ സൈഡിലായിട്ട് ഒരു ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി എല്ലാവരും ഒന്നും എണീറ്റ് കൊടുക്കത്തില്ലല്ലോ. കാരണം നമ്മൾ ദൂരെ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ അടുത്ത് പോകുന്ന ആൾക്കാരും നമ്മളങ്ങനെ എണീറ്റ് കൊടുക്കില്ല. അവർ ചോദിച്ചാൽ, അഥവാ പ്രായമുള്ളവരോ അമ്മയെ കുഞ്ഞിനെ കൊണ്ട് വരുന്ന ആൾക്കാർ, ചില ആൾക്കാർ എണീറ്റാൽ മാത്രമേ. ഇപ്പോഴത്തെ പിള്ളേർ ആരും എണീക്കത്തില്ല കേട്ടോ. എത്ര അവസ്ഥയാണെന്ന് പറഞ്ഞാലും എണീക്കില്ല. എല്ലാവരും അല്ല പറയണത്, 20% ആൾക്കാർ എണീക്കത്തില്ല. അപ്പോൾ ആ ചേച്ചി അവിടെ നിൽക്കുക. ഞാൻ കണ്ടില്ല ഇത് കേട്ടോ. ഞാൻ ആ ചേച്ചി ഇങ്ങനെ പിടിച്ച് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും തിരിഞ്ഞപ്പോഴാണ് ഞാനും ഈ ചേച്ചിനെ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഈ ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ തല കറങ്ങുന്നുണ്ടായിരുന്നു, തല കറങ്ങി പിടിക്കും. പക്ഷെ അവരുടെ അടുത്തിരുന്ന ഒരു ചേട്ടനായിരുന്നു കേട്ടോ. പക്ഷെ ആ ചേട്ടൻ അപ്പം തന്നെ മാറി. ചേച്ചി ഇവിടെ ഇരുന്നോ, വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മനസാക്ഷി, എന്താ പറയുക, നമ്മളോട് ഒരു മനസാക്ഷി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നേരം കണ്ടത് കേട്ടോ. കാരണം ആ ചേട്ടന് ഒരു പരിചയമില്ല, ഒരു ബന്ധവും ഇല്ല അവരായിട്ട്. അന്നേരം കാണുന്ന ബന്ധമുള്ളൂ. ആ ചേട്ടൻ ആലപ്പുഴ പോകേണ്ട ഒരാൾ കൂടിയാണ്. എന്നിട്ട് കൂടി ആ ചേട്ടൻ വെള്ളം വേണോ, കുടിക്കണോ എന്നൊക്കെ ചോദിച്ചു. അതൊരു എന്താ പറയാ, ഒരു മനസാക്ഷിയുടെ രീതിയിൽ ആ ചേട്ടൻ ചെയ്യുന്നു. പക്ഷെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ അത് കണ്ടില്ല കേട്ടോ. ഞാനും കുറച്ച് ആൾക്കാർ അത് ആ സൗണ്ട് കേട്ടോ, വെള്ളം വേണോ എന്ന് ആ ചേട്ടൻ ചോദിക്കുന്ന കേട്ടോണ്ടാണ് നോക്കിയത്. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, കാരണം സൗണ്ടും ഒച്ചയൊക്കെ ആയതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കണ്ടില്ല. പക്ഷെ ഞാനത് കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പം ഞാൻ എനിക്ക് നടന്ന കാര്യമാണ് ഞാൻ ആലോചിച്ചത്. അതാണ് ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. നമ്മൾ ആരെങ്കിലും, ഇപ്പം ഞാൻ ബസ്സിൽ കയറുന്ന ആൾക്കാരോട് കൂടിയല്ല, ട്രെയിനിൽ എവിടെ എങ്ങനെ ആയിക്കോട്ടെ, എന്തെങ്കിലും സുഖമില്ലാതെ പോലെ തോന്നിയാൽ നമ്മുടെ വീട്ടിലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വീട്ടിലൊരു അംഗമാണെന്ന് ആലോചിച്ചെങ്കിലും അവരെ നമ്മൾ അവിടെ ഇരുത്താൻ ശ്രമിക്കുക. നമുക്ക് എന്ത് പോകാനാണ്, കുറച്ച് സമയം നമ്മൾ നിൽക്കണം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നമുള്ള ആൾക്കാർ എണീക്കേണ്ട, അല്ലാത്ത ആൾക്കാരുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എണീറ്റ് കൊടുത്താൽ നമുക്ക് അതുകൊണ്ട് ഒരു ലാഭവും നമുക്ക് കിട്ടില്ല. അവർക്ക് അവരുടെ ഹെൽത്ത് വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതേപോലെ എണീറ്റ് കൊടുക്കാൻ നമുക്ക് അതുകൊണ്ടൊരു എന്താ പറയാ, നമ്മളും അതുപോലെയുള്ള എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളെയും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുക. എനിക്ക് ആ ഒരു ഹെൽപ്പിംഗ് കിട്ടി. കാരണം ഞാൻ അങ്ങനെ പ്രായമുള്ള ആൾക്കാരോ അമ്മമാരോ വരുമ്പോൾ എണീറ്റ് കൊടുക്കാറുണ്ട്. ആ ഒരു സെയിം ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടോ ദൈവം ആയിട്ട് എനിക്ക് ആ ചേച്ചി എനിക്ക് അന്ന് എണീറ്റ് തന്നു. ആ ഒരു ഫീലാണ് ഞാൻ ഇന്ന് കണ്ടത്. അപ്പം അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് കരുതിയതുകൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ അവർക്ക് എന്ന് എണീറ്റ് കൊടുക്കുക. അവരുടെ ഫിസിക്കലി അവർ ഭയങ്കര ടയേർഡായ സമയമാണ് ആ ഒരു സമയം. ചില ആൾക്കാർക്ക് എന്തെങ്കിലും നെഞ്ചിന് അസ്വസ്ഥതയൊക്കെ തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ആ ഒരു കുറച്ച് നിമിഷമാണ് അവർക്ക് ആ ഒരു അസ്വസ്ഥത നോക്കണം. ആ സമയത്ത് നമ്മൾ ഒന്ന് എണീറ്റ് കൊടുത്താൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അവരുടെ ആ ഒരു സിറ്റുവേഷനും നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലൊരു വ്യക്തിക്കാണെങ്കിൽ നമ്മളത് എണീറ്റ് കൊടുക്കില്ലേ, അത് മാത്രം നമ്മളിവിടെ ചിന്തിച്ചാൽ മതി. അപ്പം എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. അപ്പം നമുക്ക് അങ്ങനെ വല്ല സിറ്റുവേഷനും നമ്മളുടെ ഫ്രണ്ടിൽ അങ്ങനെ വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക.
എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഞാൻ അതുപോലെ ആയിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങൾ അതേപോലെ ഞാൻ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിന് കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും, എങ്കിലും ഞാൻ പറയാനുള്ളത് പറയുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് നടന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് കരുതുന്നു. ഓക്കെ ഗൈസ്, ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓക്കെ.